ചില എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ 10 കന്യകമാരുടെ ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ടത്. വിവേകമതികളായ കന്യകളും വിവേകശൂന്യരായ കന്യകളും അവരുടെ ഒരു കഥയാണ് സുവിശേഷം നമ്മൾ വായിച്ചത്. നമുക്ക് ഏകദേശം കാണാപ്പാടം എന്നോണം അറിയാവുന്ന ഒരു കഥയാണ്. സ്വന്തം വിളക്ക് കത്തിക്കാനായിട്ട് എണ്ണ എടുക്കാനായിട്ട് മറന്നുപോകുന്ന വിവേകശൂന്യരും അതുപോലെ തന്നെ ആവശ്യ സമയത്ത് എണ്ണ കരുതിയ വിവേകമതികളായിട്ടുള്ള കന്യകരുടെയും കഥയാണ്. മണവാളനെ എതിരേൽക്കാനായിട്ട് ഇവർ പുറപ്പെടുന്നു. ആ സമയത്ത് മണവാളൻ ഏത് സമയത്ത് വരും എന്ന് അതൊരു സസ്പെൻസ് ആണ്, ഒരു സർപ്രൈസ് ആണ് ഈ മണവാളന്റെ എൻട്രി. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഇയാൾ വരും എന്ന് അറിയുന്നില്ല. പക്ഷെ അവര് ഈ വിവേകശൂന്യരായിട്ട് അല്ലെങ്കിൽ വിവേകമില്ലാത്ത കന്യകൾ എന്ന് കരുതി അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാകും എന്നവർ കരുതി. അവരുടെ കണക്കുകൂട്ടൽ പിഴച്ചു എന്നുള്ളതായിരുന്നു അവരുടെ ജീവിതത്തിൽ വന്ന പരാജയം. അവർ വിചാരിച്ചു ഞങ്ങള് കരുതുന്ന ഒരു സമയത്ത് ഇയാൾ വരും, അപ്പൊ ഞങ്ങൾക്ക് വിളക്കുമായിട്ട് ഇദ്ദേഹത്തെ എതിരേൽക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ കരുതി. പക്ഷെ അവരുടെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നീ വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈശോയുടെ രണ്ടാമത്തെ ഒരു വരവുണ്ടാവുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ആഗമനം ഉണ്ടാവുക. വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ മരണവും ഉണ്ടാവുക. ആ സമയത്ത് ഒരു പക്ഷേ നിന്റെ കയ്യിൽ ഈ റിസർവ് ആയിട്ട് എണ്ണ ഉണ്ടാകണം എന്നുള്ളതാണ്. എണ്ണ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു സിമ്പലാണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ്. ഇങ്ങനെയാണെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ ഈ ഒരു വചനഭാഗത്ത് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രകാരമാണ്, നമ്മുടെ ആത്മാവിലെ ആ ഒരു തീ അണയാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവാകുന്ന ഒരു എണ്ണ ഞാൻ കരുതുന്നുണ്ട്. കൃപയുടെ ഒരു എണ്ണ, ഒരു സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അത് കൃപയുടെ ഒരു സമ്പത്ത് ഞാൻ കരുതണം എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ഏത് സമയത്ത് ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. അവൻ ഏത് സമയത്ത് വന്നാലും ഒരുക്കത്തോടെ ഇരിക്കുന്നത് നമ്മളെ കാണണം. അത് പലതവണ ഈശോ തന്നെ വചനങ്ങളിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൻ ഏത് സമയത്ത് വന്നാലും നിങ്ങൾ ജാഗരൂകതയോടെ വർത്തിക്കുന്നവരായിട്ട് കാണപ്പെടുവിൻ എന്നൊക്കെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ആ ഒരു എണ്ണ അല്ലെങ്കിൽ കൃപയുടെ ഒരു സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.